ശബരിമലയുടെ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടിനെ ശക്തിയുക്തം അനുകൂലിച്ച് NSSന്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ സുകുമാരൻ നായർ അവർ രംഗത്ത് വന്നിരുന്നു. അതിനെ തുടർന്ന് NSS ഇടത്തേക്ക് പോവുകയാണോ ഇടതുപക്ഷത്തിലേക്ക് പോവുകയാണോ എന്നുള്ള ചർച്ച വന്നു. അങ്ങനെ ഇടത്തേക്ക് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് മൂന്നാം ഊഴം പിണറായി വിജയൻ ഉണ്ടാകുമോ എന്നുള്ള ചർച്ച വന്നു. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ച വന്നു. അങ്ങനെ വലിയ ചർച്ചകളാണ് വന്നിരിക്കുന്നത്. ഈ വലിയ ചർച്ചകൾ വരുന്നതിനിടയിൽ എന്താണ് മുന്നോട്ട് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നപ്പോഴാണ് വ്യാപകമായ പ്രതിഷേധവും ഒരു വശത്ത് വരികയുണ്ടായി. എന്നാൽ സുകുമാരൻ നായരെ പിന്തുണച്ചുകൊണ്ടാണ് പ്രതിനിധി സഭ എന്ന് പറഞ്ഞാൽ നായർ സർവീസ് സൊസൈറ്റിയുടെ പെരുന്നയിൽ ചേർന്നിട്ടുള്ള പ്രതിനിധി സഭ വളരെ പ്രധാനപ്പെട്ട ഒരു സഭയാണ് നായർ സർവീസ് സൊസൈറ്റി സംബന്ധിച്ചിടത്തോളം. അവിടെ സുകുമാരൻ നായർക്ക് ശക്തമായ പിന്തുണയാണ് നടന്നത്. ഇന്നലെ അതിൻ്റെ സംഘടനാ യോഗമായിരുന്നു നടന്നത്. അതിൽ നിലപാട് വിശദീകരിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് സുകുമാരൻ നായർ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. ആർക്കും ഒരു സംശയമില്ല. അപ്പോൾ സുകുമാരൻ നായരുടെ മുഴുവൻ അംഗങ്ങളും കരഘോഷത്തോടെ നിലപാടിനെതിരെ ഉയർന്നു വന്ന ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളും അലയടിച്ചു കഴിഞ്ഞു, തീർന്നു കഴിഞ്ഞു. വെറുതെ കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അത് കഴിഞ്ഞു. ദേവസ്വം ബോർഡ് രൂപീകരിക്കാനുള്ള സാഹചര്യവും മന്നത്ത് പത്മനാഭൻ വിശ്വാസ സംരക്ഷണം സ്വീകരിച്ച നിലപാടും ചൂണ്ടിക്കാട്ടിയായിരുന്നു സുകുമാരൻ നായരും പ്രസംഗം. മന്നത്ത് പത്മനാഭൻ്റെ നിലപാട് തുടരുക മാത്രമാണ് ചെയ്യുന്നതെന്നും അംഗങ്ങളെ ബോധ്യപ്പെടുത്തി. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കാൻ NSS സമാധാനപരമായി നാമജപ ഘോഷയാത്രയൊക്കെ നടത്തിയിരുന്നു. തുടക്കത്തിൽ വിട്ടുനിന്ന കോൺഗ്രസും BJPയും രാഷ്ട്രീയ ലാഭം മാത്രം കണ്ടാണ് അതിലേക്ക് വന്നത്. കോൺഗ്രസ് കള്ളക്കളി നടത്തിയപ്പോൾ NSSനൊപ്പം കേസിൽ കക്ഷി ചേരാതെയും കേന്ദ്ര നിയമം കൊണ്ടുവരാതെ BJPയും നമ്മെ വഞ്ചിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതേസമയം തെറ്റ് തിരുത്തുകയും പിന്നീട് ഒരിക്കലും ആചാരലംഘനം നടത്താതിരിക്കുകയും ചെയ്യുന്നതിലൂടെ സംഘടനയുടെ നിലപാടിലേക്ക് ഇടതു സർക്കാർ എത്തി. അപ്പോൾ ഇടതു സർക്കാരിനെ അല്ലേ പിന്തുണയ്ക്കേണ്ടതെന്നാണ് സുകുമാരൻ നായർ ചോദിക്കുന്നത്. ഇത് തിരുത്തിയപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും തിരുത്തിയപ്പോൾ സർക്കാരിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നത് സംഘടനയുടെ എക്കാലത്തെയും നിലപാടാണ്. അതിനാലാണ് സമദൂരത്തിലെ ശരി കണ്ടെത്തി പ്രത്യേക രാഷ്ട്രീയ ചായ്വൊന്നും അർത്ഥമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മുതലെടുപ്പ് അനുവദിക്കില്ലെന്ന ശക്തമായ താക്കീതാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയത്. അപ്പോൾ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു. പ്രതിനിധി സഭ സുകുമാരൻ നായരുടെ നിലപാട് ഉണ്ടെങ്കിലും അവസാനം അദ്ദേഹം പറഞ്ഞു, ഇതൊരു രാഷ്ട്രീയ നിലപാടാണെന്ന് കരുതണ്ട. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനുള്ള രാഷ്ട്രീയ നിലപാടേ അല്ല ഇത്. അങ്ങനെ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ അല്ലാതെ തീരുമാനിക്കും. അത് സമദൂരം തന്നെയാണെന്നും കൂടി പറഞ്ഞതുകൊണ്ടാണ് കയ്യടി കിട്ടിയത്. പക്ഷേ പത്രവാർത്തകളും മാധ്യമവാർത്തകളും കേട്ടാൽ തോന്നും സുകുമാരൻ നായർ ഇടതുപക്ഷത്തിനെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ സഹായിക്കുന്നു, അതിന് കയ്യടി കിട്ടിയിരിക്കുന്നു എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത്. അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞവസാനിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയാണെങ്കിലും ഇതിനൊരു രാഷ്ട്രീയമുണ്ടെന്ന് ആരും കാണണ്ട. രാഷ്ട്രീയ നിലപാട് NSSന് വേറെയാണ്. അത് രണ്ടും രണ്ടതാണ്. വിശ്വാസത്തിൻ്റെ നിലപാട് വേറെ, രാഷ്ട്രീയത്തിൻ്റെ നിലപാട് വേറെ എന്ന് സുകുമാരൻ നായർ പറഞ്ഞു. അതിനാണ് കയ്യടി കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വളരെ ശക്തമായി നിലപാട് പറഞ്ഞു. അത് പിന്തുണച്ചുകൊണ്ട് പ്രതിനിധി സഭയും മുന്നോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നായർ കരയോഗങ്ങളിൽ, NSSൻ്റെ കരയോഗങ്ങളിൽ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി ഇത് വിശദീകരിക്കും. അപ്പോൾ ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് NSSനോടൊപ്പം ചേർന്ന് കേസ് പറയുക ഒന്നും ചെയ്തില്ല. വലിയ ഇരട്ടത്താപ്പ് കളിച്ചു. BJP ആണെങ്കിൽ കേന്ദ്ര നിയമം കൊണ്ടുവരാൻ അവർക്ക് കഴിയുമായിരുന്നിട്ടും അവർ മിണ്ടാതിരുന്നു. രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഇങ്ങനെ നിന്നു. ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, നമുക്ക് വേണ്ടത് വിശ്വാസവും അതുമായിട്ടുള്ള അതിൻ്റെ പ്രമാണങ്ങളും ഒക്കെയാണ് എന്ന് സുകുമാരൻ നായർ വളരെ കൃത്യമായി പറഞ്ഞു. തീർച്ചയായും ഇത് വേറൊരു തലത്തിലേക്ക് വളരുകയാണ്. ഇനി അറിയേണ്ടത്, ഇങ്ങനെ പറഞ്ഞ ഈ പ്രതിനിധി സഭ കൂടി സുകുമാരൻ നായരെ പിന്തുണയ്ക്കുമ്പോൾ ഇത് രാഷ്ട്രീയമായി എങ്ങനെ കേരളം എടുക്കും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെ അവരുടെ പ്രചരണായുധമാക്കും? NSS കൂടെ വന്നിരിക്കുന്നു. BJPയും കോൺഗ്രസും എങ്ങനെ ഇത് പ്രചരണായുധമാക്കും? ഒരിക്കലും NSS പോയിട്ടില്ല എന്നുള്ള നിലയിൽ എങ്ങനെ, ഇപ്പോൾ സതീശനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സമുദായവുമായും എതിർപ്പില്ല, എല്ലാവരുമായി നല്ല സൗഹൃദത്തിലാണെന്ന് സതീശൻ പറഞ്ഞിട്ടുമുണ്ട്. ഇതെങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. എന്തായാലും കാത്തിരുന്ന് നമുക്ക് കാണാം.